കായംകുളം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോഫി വിത്ത് മിനിസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചു. കായംകുളത്തിന്റെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മന്ത്രി എം ലിജുവിനെ പങ്കെടുപ്പിച്ച പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയാണ് കായംകുളത്തിന്റെ വിവിധ വികസന വിഷയങ്ങൾ ഉന്നയിച്ച മന്ത്രി എം ലിജുവിനൊപ്പം കോഫി വിത്ത് മിനിസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് ഒ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഈ സദസ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഒരിക്കലും വില കുറച്ച് കാണരുത്. രാഷ്ട്രീയക്കാരേക്കാൾ ഊർജ്ജസ്വലരായി സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവരിൽ ഓരോരുത്തരും. വലിയ അനുഭവ സമ്പത്തുള്ളവരാണ് ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ ഒരു സദസ്സ് തന്നെയാണ് കായംകുളത്തെ വികസനം സമഗ്രമായി ചർച്ച ചെയ്യേണ്ടതും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും എന്നുള്ളത് കൊണ്ടാണ് സംക്ഷിപ്തമായ വളരെ ഒതുക്കത്തോടു കൂടിയുള്ള ഇത്തരം ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ കായംകുളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ധാരാളം കാര്യങ്ങൾ ഇതിനകം ചെയ്തിട്ടുണ്ട്. മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഞങ്ങളുടെ മുമ്പിലെത്തിയ വിഷയം ഈ കാര്യാത്ത് പാലം. അങ്ങനെ ഒരു പാലം ഉണ്ട് ഇവിടെ. കാര്യാത്ത് പാലം ആളുകൾ മാലിന്യം കൊണ്ട് തള്ളി അവിടെ അതിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. പലരും പല രീതിയിൽ മുനിസിപ്പാലിറ്റിയെയും MLA-യെയും ഒക്കെ ഇങ്ങനെ വിവരം അറിയിച്ചുകൊണ്ടിരുന്നു. പക്ഷെ രാത്രി ഇരുളിൻ്റെ മറവിൽ കൊണ്ടത് തള്ളുന്നതിന് എന്ത് പരിഹാരം എന്ന ചോദ്യമാണ് ഉയർന്നത്. ആ വിഷയത്തിലാണ് ഞങ്ങൾ ആദ്യമായി ഇടപെട്ട് ഞങ്ങൾ തന്നെ അവിടെ ചെന്ന് അവിടെ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ വൃത്തിയാക്കി അവിടെ ക്യാമറ സ്ഥാപിച്ച് മുനിസിപ്പൽ അധികൃതരെ അറിയിച്ച് അവരെ കൊണ്ടുവന്ന് ആ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യിച്ച് അവിടുത്തെ കൗൺസിലറെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് ശേഷം രക്ഷാധികാരി എ താഹാക്കുഞ്ഞ് കായംകുളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ അടങ്ങുന്ന പ്രമേയം അവതരിപ്പിച്ചു. കായലോര വിശ്രമ കേന്ദ്രത്തിന്റെ സമഗ്ര വികസനം, റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി സംവിധാനം, കായംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസനം, കന്നീസാക്കടവ് പാലത്തിന്റെ നിർമ്മാണം, ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തെ ദേശീയ ഗവേഷണ കേന്ദ്രമാക്കി ഉയർത്തുക, സസ്യ മാർക്കറ്റിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക, കായംകുളം താലൂക്ക് രൂപീകരിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുക, പൊതുശ്മശാനം വൈദ്യുതീകരിക്കുക, തുണ്ടത്തിൽ കൃഷ്ണപിള്ള മെമ്മോറിയൽ കോംപ്ലക്സ്, സിനി കോംപ്ലക്സ്, മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ആദായകരമായി നവീകരിക്കുക, ദേശീയപാതയിൽ കായംകുളം ഭാഗം എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുക, പുതിയടം ക്ഷേത്രകുളത്തിന് സമീപം കൂടുതൽ കായിക ഉപകരണങ്ങൾ സ്ഥാപിക്കുക, കായംകുളം വള്ളംകളി നെഹ്റു ട്രോഫിയുടെ നിലവാരത്തിൽ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കോഫി ടു മിനിസ്റ്റർ പരിപാടിയുടെ ഭാഗമായി ഉന്നയിച്ചത്. പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതികളെ നമുക്ക് ശക്തിപ്പെടുത്തണം. ഇതെല്ലാം തീർച്ചയായിട്ടും ഇവിടെ ഉയർന്നു വന്ന ചർച്ചകളെല്ലാം ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. ഉയർന്നു വന്ന വികസന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഇപ്പോൾ ആദ്യത്തെ ബജറ്റിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ ബജറ്റ് പ്രൊവിഷൻസ് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി അത് നടത്തിയെടുക്കുക എന്ന ഒരു കാര്യമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ മുമ്പിലുള്ളത്. അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പല പ്രശ്നങ്ങൾ, ഇവിടെ സസ്യ മാർക്കറ്റിലെ പാലവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഏകദേശം കുറേ പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ ഭൂമി ഏറ്റെടുക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ക്രിയേഷൻ ഉൾപ്പെടെ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്ന ഉൾപ്പെടെ കൂടുതൽ വേഗത്തിൽ നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ കായംകുളം താലൂക്കാണെങ്കിലും കായലോര വികസന പദ്ധതി, ടൂറിസം പദ്ധതി, നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആയുർവേദ ആശുപത്രി തുടങ്ങിയ പരമ്പരാഗതമായ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ, തകർന്നു കിടക്കുന്ന റോഡുകൾ, നഗരത്തിലൊരു കായിക സംസ്കാരം ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ, ഉയരപ്പാതയുടെ കാര്യത്തിൽ വളരെ കാര്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാധാരണ വർഷങ്ങൾക്ക് നമ്മുടെ ദേശീയ ഇന്നലെ MP-മാരുടെ കോൺഫറൻസ് ആയിരുന്നു തിരുവനന്തപുരത്ത്. MP-മാരുടെ കോൺഫറൻസിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ ദേശീയപാതയുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശീയപാത രൂപകൽപ്പന ആദ്യഘട്ടത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയതിന് കൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ആകമാനം പ്രശ്നത്തിലാണ്. ഈ എംബാങ്ക്മെൻറ്റ് സിസ്റ്റമാണല്ലോ ഇപ്പം നിലവിലുള്ളത്. ഇപ്പം എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്നിടത്ത് എല്ലാം മണ്ണ് നിറച്ചിരിക്കുകയാണ്. ഈ മണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും ആക്ഷേപങ്ങളാണ്. ഇതങ്ങ് ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പം ചേർത്തലത്തിന് കഴിഞ്ഞ ദിവസം ഒരു ഗർത്തം ഉണ്ടായി താന്നുപോയി. അപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും വളരെ കൂട്ടായ ഒരു ഇടപെടൽ ആ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ MP ഒരു മീറ്റിംഗ് ആലപ്പുഴയെ വിളിച്ചിട്ടുണ്ട്.
വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഫലപ്രദമായ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ജനപ്രതിനിധി നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. TG അജികുമാർ സ്വാഗതവും നിഹാസ് അബ്ദുൾ അസീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.